ഹായ് ഹലോ, ഞാനിന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. കുറേ ദിവസമായി വരണം എന്ന് കരുതുന്നു. ഇന്ന് ആ ഒരു ടൈം ഒത്തു കിട്ടിയ. ഇന്ന് മകരമാസത്തിലെ തിരുവാതിരയാണ്. ഇവിടെ ഞാനുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് കേട്ടോ, മുല്ലപ്പൂ. ഇവിടെ വന്നപ്പോൾ ഉണ്ട് മുല്ലപ്പൂ. ഒരെണ്ണം പറിച്ചിട്ട് ഞാൻ ഭഗവാന്റെ നടയെ കൊണ്ടുവച്ചു. കാണിച്ചു തരാം. അവിടെ ആയിട്ട് കുറേ മുട്ടും പൂവും ഒക്കെ ആയിട്ട് എന്ത് രസമാണ് കാണാൻ. ബാ, മോനെയും കൂടെ കൂട്ടിയിട്ടാണ് വന്നേ. അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഒരു കലണ്ടറൊക്കെ മേടിച്ചു. ഇത് ഇക്കരെ കൊട്ടിയൂരാണ്. ഇനി അക്കരെ കൊട്ടിയൂരിലേക്കുള്ള കവാടാണിത്. ഒന്ന് പോയിട്ട് വരാം, കുറച്ച് ദൂരം വരെ. വലിയ മരം കണ്ടോ. ഇവിടെ ഫുൾ നമ്മൾ കൊട്ടിയൂർ ഉത്സവം ആകുമ്പോഴത്തേക്കും ചന്തയായിരിക്കും. അതുകൊണ്ട് ഈ മരമൊന്നും ഇങ്ങനെ കാണാറില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അവിടെ ഇരിക്കാനുള്ള കുറച്ച് ഇരിപ്പിടമൊക്കെ ആക്കിയിട്ടുണ്ട്. വലിയൊരു മരം. ഇതിൻ്റെ ഒരു വേരിൻ്റെ ഉൾഭാഗം ഇത്രയുണ്ട്. ആ വേരിൻ്റെ ഉള്ളിലാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്കിതെങ്ങനെ കാണിച്ചു തരണമെന്ന് അറിയില്ല. വെള്ളത്തൊന്നും ചെയ്യണ്ട, നമുക്ക് കയ്യല്ല. ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഗേറ്റെല്ലാം ക്ലോസ് ആണ്. ഇനി 4-5 മാസം കൂടെ കഴിഞ്ഞാൽ ഉത്സവം തുടങ്ങും. അപ്പോൾ മാത്രമേ അങ്ങോട്ടേക്ക് ആരെങ്കിലും പോവുള്ളൂ. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് നെല്ലിയാടി കോളനിയിലുള്ള ആളുകളാണ് കേട്ടോ. അവരാണ് ഭഗവാന്റെ സ്വയംഭൂ കണ്ടെത്തിയിട്ടുള്ളത്. അവർ പശുക്കളെ മേയ്ക്കാനും മറ്റും അങ്ങോട്ടേക്ക് പോവാറുണ്ട് എന്നാണ് പറയുന്നത്.